+2 കഴിഞ്ഞ് നിൽക്കുന്ന ആതുര സേവന രംഗത്തോട് ഒരല്പം താല്പര്യമുള്ള ഒരു പെൺകുട്ടിയാണോ നിങ്ങൾ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്കറിയുമോ? എങ്കിൽ ഇന്ത്യൻ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഓഫീസറായി സേവനം ചെയ്യുവാനുള്ള ഒരു അസുലഭ അവസരം അവരെ കാത്തിരിപ്പുണ്ട്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഓഫീസറായിട്ട് ചേരുവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതിനെക്കുറിച്ച് വിശദമായി ആധികാരികമായി ചർച്ച ചെയ്യുകയാണ് ഇന്ന് ബി ബി ടോക്സിൽ. പ്രിയ പ്രേക്ഷകർക്ക് ബി ബി ടോക്സിലേക്ക് സ്വാഗതം. മിലിറ്ററി നഴ്സിംഗ് സർവീസിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ഏറ്റവും മുകളിൽ മേജർ ജനറലാണ്, അതിൻ്റെ തൊട്ട് താഴെ സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറയാവുന്നത് ഒരു ബ്രിഗേഡിയറാണ്. ഇന്ന് ബി ബി ടോക്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു ബ്രിഗേഡിയറാണ്. ഇറ്റ്സ് മൈ പ്ലഷർ ടു വെൽക്കം ബ്രിഗേഡിയർ ഗ്രേസി മാത്യു ടു ബി ബി ടോക്സ്. സ്വാഗതം ബ്രിഗേഡിയർ ഗ്രേസി. Thank you, Viju. It is a pleasure to be here with you. താങ്ക് യു വെരി മച്ച്. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്കൊക്കെ പോകേണ്ടതുണ്ട് നമുക്ക്. എങ്കിലും എങ്ങനെയാണ് ഒരു നോർമൽ നഴ്സിനെയും മിലിറ്ററി നഴ്സിനെയും ഒന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വിലയിരുത്തും ആസ് എൻ ഓഫീസർ? ഓക്കെ ബിജു, മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ പറ്റി പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മിലിറ്ററി നഴ്സ് ഒരു സോൾജർ നഴ്സാണ്. ദേ സെർവ് ദ നേഷൻ ആൻഡ് സെർവിങ് യുവർ കൺട്രി ഈസ് ഓൾവേസ് എ ഗ്രേറ്റ് ഓണർ. അത് തികച്ചും അഭിമാനകരമായ കാര്യം തന്നെയാണ്. ഒരു മിലിറ്ററി നഴ്സ് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് ആർമി, നേവി, എയർഫോഴ്സ് എന്ന 3 സൈന്യ വിഭാഗങ്ങളിലെയും മിലിറ്ററി ഹോസ്പിറ്റൽ സോൾജേഴ്സിനെയും അവരുടെ ഡിപെൻഡൻസ് ആൻഡ് ഫാമിലീസിനെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മിലിറ്ററി ഹോസ്പിറ്റലുകളിൽ സേവനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പ്ലേസസ് ലൈക്ക് ഹൈ ആറ്റിറ്റ്യൂഡ് കാർഗിൽ ആകാം, രാജസ്ഥാൻ മരുഭൂമി ആകാം, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ഫീൽഡ് ഏരിയാസ് വിത്ത് ഡിഫിക്കൽട്ട് ടെറേൻസ്, എക്സ്ട്രീം ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, എവിടെയാണെങ്കിലും ഏത് ഡിഫിക്കൽട്ട് ഏരിയാസ് ആണെങ്കിലും ഒരു മിലിറ്ററി നഴ്സിന് ചോയ്സ് ഇല്ല. ദേ ഹാവ് ടു വർക്ക് ദേർ. കൂടാതെ ഒരു മിലിറ്ററി നഴ്സിന് വൂണ്ടഡ് സോൾജേഴ്സിനെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം. ബാറ്റിൽ കാഷ്വാലിറ്റീസ്, ഗൺഷോട്ട് വൂണ്ട് ആകാം, ബ്ലാസ്റ്റ് ഇഞ്ചുറീസ് ആകാം, ഇങ്ങനെ പല വിധത്തിലുള്ള ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷനിലുള്ള വൂണ്ടഡ് സോൾജേഴ്സിനെ ലുക്ക് ആഫ്റ്റർ ചെയ്തേണ്ടത്. ഒരു മിലിറ്ററി നഴ്സ് കേപ്പബിൾ ആണ് ടു ടേക്ക് കെയർ ഓഫ് ദ ലൈഫ് ചാലഞ്ചിങ് സിറ്റുവേഷൻസ്, ടു ടേക്ക് കെയർ ഓഫ് ദ ട്രോമ. ദേ ആർ സ്കിൽഡ് ഇൻ taking care of all these conditions. Whereas in civil setup, കുറച്ചുകൂടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ റിലാക്സ്ഡ് ആണ്, കംഫർട്ടബിൾ ആണ്. അവർക്ക് ഇതുപോലെ ബാറ്റിൽ കാഷ്വാലിറ്റി, വൂണ്ടഡ് സോൾജേഴ്സ് ഒക്കെ വരുന്നത് ചുരുക്കമാണ്. വൂണ്ടഡ് പേഷ്യൻസ് തന്നെ വരുന്നത് വളരെ ചുരുക്കമാണ്. തീർച്ചയായും. സോ ഇറ്റ് ഇസ് എ വെരി വെരി ചലഞ്ചിങ് ജോബ്. മിലിറ്ററി നഴ്സിംഗ് ട്രെയിനിങ് തികച്ചും സൗജന്യമാണ്. അവർക്ക് ട്രെയിനിങ് സമയത്ത് ഫ്രീ അക്കോമഡേഷൻസ് ഉണ്ട്, ഫ്രീ റേഷൻ, യൂണിഫോം അലവൻസസ്, മന്ത്ലി സ്റ്റൈഫൻഡ്, ഇതെല്ലാം അവർക്ക് ലഭ്യമാണ്. കൂടാതെ 4 years ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരുടെ ജോബ് അഷ്വേർഡ് ആണ്. ജോബ് ഈസ് അഷ്വേർഡ് ആസ് എ കമ്മീഷൻഡ് ഓഫീസർ. ഈ ട്രെയിനിങ് സമയത്ത് തന്നെ അവർക്ക് ബേസിക് നഴ്സിംഗ് ട്രെയിനിങ്ങിനെ കൂടാതെ തന്നെ മിലിറ്ററി ഡിസിപ്ലിനറി ട്രെയിനിങ് ഉണ്ട്. ഹൗ ടു വർക്ക് വിത്ത് മിലിറ്ററി എൻവറോൺമെന്റ്, മിലിറ്ററി പേഴ്സൺസിന്റെ കൂടെ എങ്ങനെ വർക്ക് ചെയ്യണം, ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഉണ്ട്. ഇത് 4 years ട്രെയിനിങ് കഴിയുമ്പോൾ മിലിറ്ററി നഴ്സ് ദേ ആർ ക്വൈറ്റ് കേപ്പബിൾ ഓഫ് വർക്കിംഗ്. ഏത് പ്ലേസിലാണെങ്കിലും ഏത് കണ്ടീഷനിലാണെങ്കിലും എനി ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഒരു കേപ്പബിൾ ആണ് വർക്ക് ചെയ്യാനായിട്ട്. മിലിറ്ററി നഴ്സസ് ആർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ആണ്. ഒരു നഴ്സിന് ഓഫീസർ സ്റ്റാറ്റസ് ഉള്ളത് മിലിറ്ററി നഴ്സിംഗിൽ മാത്രമാണുള്ളത്. തീർച്ചയായും അവരുടെ ജോബ് സെൻട്രൽ ഗവൺമെന്റ് ജോബാണ്. നല്ല സാലറി ഉണ്ട്. അതോടൊപ്പം ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അവർക്ക് ഫ്രീ റേഷൻസ് ഉണ്ട്, അക്കോമഡേഷൻസ് ഉണ്ട്, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്, ലീവ് കൺസെഷൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്കുണ്ട്. കൂടാതെ അവർക്ക് ഫുൾ പേയോടുകൂടി 2 മാസത്തെ ആനുവൽ ലീവ് ഉണ്ട്, 20 days കാഷ്വൽ ലീവ് ഉണ്ട്. സോ വളരെ വളരെ ഒരുപാട് ആനുകൂല്യങ്ങളുള്ള ഒരു സർവീസാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ്. കൂടാതെ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഗ്രോത്തിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ മുഴുവൻ ശമ്പളത്തോടും കൂടി ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു BSc നേഴ്സ് ആണെങ്കിൽ അവർക്ക് MSc നഴ്സിംഗ് ചെയ്യാം,
പിന്നെ കൂടാതെ സ്പെഷ്യലൈസ്ഡ് ഏരിയാസില് നഴ്സിംഗില് ഡിഫറെന്റ് ഫീൽഡ്സ് ഉണ്ട്, ലൈക്ക് സൈക്യാട്രിക് നഴ്സിംഗ്, പീഡിയാട്രിക് നഴ്സിംഗ്, ഇങ്ങനെ ഏത് ഏരിയയിൽ വേണമെങ്കിലും അവർക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഫോറിൻ അസൈൻമെന്റിനുള്ള അവസരമുണ്ട്. പ്രസ്റ്റീജിയസ് യുണൈറ്റഡ് നേഷൻ പീസ് കീപ്പിംഗില് അവർക്ക് ഇന്ത്യൻ മിലിറ്ററി നഴ്സിന് ഫോറിനിൽ പോയി സേവനം ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പിന്നീട് അവർക്ക് സ്പോർട്സ് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റിസർച്ചിനുള്ള സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഒരുപാട് ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നല്ലൊരു എക്സ്പോഷർ ആണ്. ഒരുപാട് പ്ലേസ് ട്രാവൽ ചെയ്യാനും ഒരുപാട് പീപ്പിൾ ആയിട്ട് മീറ്റ് ചെയ്യാനും കൾച്ചർ ഒരുപാട് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ ഓവറോൾ ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് കാൻഡിഡേറ്റ് ഓപ്ഷൻ ഫോർ ദ യങ് ഗേൾസ് ആൻഡ് എക്സ്പെഷ്യലി ഗേൾസിനും അവർക്ക് ഇന്ത്യൻ ആർമിയിൽ ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് ബീയിങ് എ മിലിറ്ററി നഴ്സ്. പിന്നീട് സിവിൽ നഴ്സിംഗില് ഇത്ര ചലഞ്ചിങ് ജോബ് അല്ല. മിലിറ്ററി നഴ്സിൽ കുറച്ച് ചലഞ്ചസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പല ടെറൈനുകളിലൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ള ചലഞ്ച് ഉണ്ടെങ്കിലും ഇതൊരു രാജ്യസേവനമാണ്. ട്രാൻസ്ഫർ ഉണ്ട്. അതെ, പക്ഷെ ഇതൊരു രാജ്യസേവനമാണ്. ഇതൊരു രാജ്യസേവനമാണ്. നമ്മുടെ രാജ്യത്തോട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും മഹത്തായ ഒരു സേവന മാതൃകയാണ് അല്ലേ? എൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് ഒന്ന് പോകാമോ? ഇപ്പോൾ പുതിയതായിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന +2 പാസ്സായ പെൺകുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കറിയാൻ വേണ്ടി എങ്ങനെയാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്നൊന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. 10+2 പാസ്സായവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇത്. മിലിറ്ററി നഴ്സിംഗ് സർവീസില് വൺസ് ഇൻ എ ഇയർ ആണ് പ്രവേശനമുള്ളത്. എവറി ഇയർ അവര് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ നവംബർ മാസത്തിലാണ് വരുന്നത്. ആർമിയില് 6 സൈനിക നഴ്സിംഗ് കോളേജുകളുണ്ട്. അതിനകത്ത് ടോട്ടൽ 220 സീറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വരുന്നത് ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജ് 40 സീറ്റ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് അശ്വിനി ബോംബെയില് 40 സീറ്റ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് കമാൻഡോസിൽ കൽക്കത്തയിൽ 40 സീറ്റ്സ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് ആർ&ആർ ഹോസ്റ്റൽ ഡൽഹിയില് 30 സീറ്റ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് ലക്നൗ 40 സീറ്റ്സ് ഉണ്ട്. കോളേജ് ഓഫ് നഴ്സിംഗ് എയർഫോഴ്സ് ബാംഗ്ലൂരിലും 40 സീറ്റ്സ് ഉണ്ട്. അങ്ങനെ 220 സീറ്റ്സ് ആണ് ഉള്ളത്. 220 സീറ്റ്സിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വരുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റിലും വരും, ലീഡിംഗ് ന്യൂസ് പേപ്പേഴ്സിൽ, എംപ്ലോയ്മെന്റ് ന്യൂസിലെല്ലാം വരും. ഒരു പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാല് നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്. ഓൺലൈൻ ആയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അതിന്റെ ഫീസ് 750 rupees ആണ് ആസ് ഓൺ നൗ. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ അവര് റിട്ടേൺ എക്സാമിന് വിളിക്കും. റിട്ടേൺ എക്സാമിനേഷൻ ഈ വർഷം മുതൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് സാധാരണ നടക്കുന്നത് ഏപ്രിലാണ്. പക്ഷെ ഈ വർഷം ബിക്കോസ് ഓഫ് കോവിഡ് ഈ വർഷം എക്സാം നടന്നത് സെപ്റ്റംബർ 11-നാണ്. ലേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ നവംബറിൽ വരും. ആപ്ലിക്കേഷൻ നവംബർ-ഡിസംബറിൽ നമ്മൾ അയക്കണം. പിന്നെ അഡ്മിറ്റ് കാർഡ് നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എക്സാമിനേഷൻ യൂഷ്വലി ഏപ്രിൽ മാസത്തിലാണ് വരുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നത് മെറിറ്റ് വരുന്നവരെ ഇന്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്യും. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ ബോർഡാണ്. ഇന്റർവ്യൂ ക്ലിയർ ചെയ്തതിനു ശേഷം മെഡിക്കൽ ഫിറ്റ്നസ് ഉണ്ട്. മെഡിക്കൽ ഫിറ്റ്നസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാല് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കും. ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ബേസ്ഡ് ഓൺ റിട്ടേൺ എക്സാമിനേഷന്റെ മാർക്ക്, ഇന്റർവ്യൂവിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കും. ഈ ഫൈനൽ ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാൻഡിഡേറ്റ്സിന്റെ ചോയ്സും മെറിറ്റ് അടിസ്ഥാനത്തിലും അവർക്ക് ഈ വിവിധ നഴ്സിംഗ് കോളേജുകളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതാണ്. പ്രവേശന സമയത്ത് ബോണ്ട് ഫില്ല് ചെയ്യണം. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്യാതെ പോവുകയോ ഫിനിഷ് ചെയ്തിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ബോണ്ട് മണി ആസ് പെർ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർക്ക് തിരിച്ചു കൊടുക്കണം. 4 years സക്സസ്ഫുൾ ട്രെയിനിങ്ങിന് ശേഷം അവർക്ക് BSc ഡിഗ്രി നഴ്സിംഗ് കിട്ടും. കൂടാതെ കമ്മീഷനിങ് ആ സമയത്ത് അവർക്ക് പെർമനന്റ് കമ്മീഷനിങ് ഉണ്ട്, ഷോർട്ട് സർവീസ് കമ്മീഷനിങ് ഉണ്ട്. പെർമനന്റ് കമ്മീഷൻ സർവീസിന് ഷോർട്ട് സർവീസ് കമ്മീഷനും മെറിറ്റും വേക്കൻസിയുടെ ബേസിലാണ് കൊടുക്കുന്നത് ആസ് പെർ ദ കണ്ടീഷൻസ്. ആൻഡ് ദ റിസൾട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ദിവസമാണ് നമ്മുടെ സീനിയോറിറ്റി ഫിക്സ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പോസ്റ്റിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്യും. പോസ്റ്റിംഗ് ഓർഡർ ഇഷ്യൂ ചെയ്താൽ നമുക്ക് പേഴ്സണൽ ചോയ്സ് ഒന്നുമില്ല. എവിടെ പോസ്റ്റിംഗ് ഓർഡർ വന്നാലും അവിടെ പോയിട്ട് ലെഫ്റ്റനന്റ് റാങ്കിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇത് കൂടാതെ 10+2 കൂടാതെ
വെളിയിൽ നിന്ന് BSc നഴ്സിംഗ് MSc നഴ്സിംഗ് പഠിച്ചവർക്കും അവസരങ്ങൾ വരാറുണ്ട്. അത് തികച്ചും വേക്കൻസി ബേസ്ഡ്. എപ്പോഴൊക്കെ ആർമിയിൽ ഷോർട്ടേജ് ഉണ്ടോ അല്ലെങ്കിൽ വേക്കൻസി വരികയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ആർമി നഴ്സിംഗിൽ ചേരാൻ പറ്റും. ഇതാണ് കംപ്ലീറ്റ് പ്രൊസീജിയർ. ഇതിന്റെ വെബ്സൈറ്റ് ഒന്ന് പറയാൻ പറ്റുമോ? വെബ്സൈറ്റ് www.joinindianarmy.nic.in. ഈ വെബ്സൈറ്റ് ആണ് ഇതിന്റെ. ഈ വെബ്സൈറ്റിൽ എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ലഭ്യമാണ് അല്ലേ? ശരി. അപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് സാധാരണ നവംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമ്മുടെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും 2 മാസം കൂടെ ശേഷിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് വീക്കിൽ വരും അല്ലേ? ശരി. പിന്നെ റാങ്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റിലെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റനന്റ്, പിന്നീട് ക്യാപ്റ്റൻ, പിന്നീട് മേജർ, ലെഫ്റ്റനന്റ് കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ. അത്ര റാങ്ക്സ് ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ഉള്ളത്. ഇപ്പം ഷോർട്ട് സർവീസ് കമ്മീഷനും പെർമനന്റ് കമ്മീഷനും ഉണ്ട്. പെർമനന്റ് കമ്മീഷണർക്കാർക്കാണ് ലെഫ്റ്റനന്റ് മുതൽ മേജർ ജനറൽ വരെ വരാനുള്ള അവസരങ്ങളുള്ളത്. അത് എൻട്രി ലെവൽ ലെഫ്റ്റനന്റ് ആണ്. ആഫ്റ്റർ 3 years ക്യാപ്റ്റൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാപ്റ്റൻ, 8 years മേജേഴ്സും 16 years ലെഫ്റ്റനന്റ് കേണലും ആകും. ലെഫ്റ്റനന്റ് കേണൽ സെലക്ട് കേണൽ, ബ്രിഗേഡിയേഴ്സ് ആൻഡ് മേജർ ജനറൽ വേക്കൻസി ആൻഡ് മെറിറ്റ് അടിസ്ഥാനത്തിലാണ്. അത് സെലക്ഷൻ ബോർഡ് വഴിയാണ് അതിന്റെ പ്രൊമോഷൻ നടക്കുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷനിങ്ങിന് 5 years സർവീസ് കമ്പൽസറി ആണ്. 5 years കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ പെർമനന്റ് കമ്മീഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്താൽ വേക്കൻസി മെറിറ്റ് ബേസിലാണ് അവർക്ക് ലഭ്യമാകുക. അഥവാ PSc കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് എക്സ്റ്റൻഷൻ ചോദിക്കാം. പോസ്റ്റ് 5 years എക്സ്റ്റൻഷൻ, പിന്നെ 4 years. അങ്ങനെ അവർക്ക് ടോട്ടൽ 14 years ആണ് സർവീസ് ചെയ്യാൻ പറ്റുക. 14 yearsൽ ഒരു മേജർ വരെ ആകാനുള്ള സാധ്യതയുണ്ട്. മേജർ വരെ ആകാം. 8 years മേജർ ആകും. സോ ദേ ക്യാൻ ബിക്കം മേജർ. പെർമനന്റ് സർവീസ് കമ്മീഷൻ ഉള്ളവർക്ക് അവർക്ക് മിനിമം 20 years ചെയ്താൽ ഫുൾ റിട്ടയർമെന്റ് ബെനിഫിറ്റോടുകൂടി റിട്ടയർ ആകാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ഏജ് ആസ് പെർ ദ റാങ്ക്. ലെഫ്റ്റനന്റ് കേണൽ റിട്ടയർ ആവുന്നത് അറ്റ് ഏജ് ഓഫ് 56, കേണൽ റിട്ടയർ ആവുന്നത് 58, ബ്രിഗേഡിയർ റിട്ടയർ ആവുന്നത് 59, ആൻഡ് മേജർ ജനറലിന് 60 years ആണ് റിട്ടയർമെന്റ്. ഇത് സാലറി ലെവല് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? ലെഫ്റ്റനന്റിന് സാലറി നല്ല സാലറിയാണ്. ഒരു ലെഫ്റ്റനന്റ് എൻട്രി ലെവലില് ബേസിക് പേ എന്ന് പറയുന്നത് 56,100 ആണ്. അതിന്റെ കൂടാതെ നമുക്ക് മിലിറ്ററി സർവീസ് പേ ഉണ്ട്, DA ഉണ്ട്. സോ ആവറേജ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ലെഫ്റ്റനന്റിൽ സ്റ്റാർട്ടിങ്ങിന് 75,000 രൂപീസ്. നമ്മുടെ ഓൾ ആനുകൂല്യങ്ങളും ഉണ്ട്. നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റീസ്, ക്വാർട്ടേഴ്സ്, റേഷൻസ്, ട്രാവൽ കൺസെഷൻസ്, അങ്ങനെ എല്ലാം കൂടി നല്ല പേ പാക്കേജ് ആണ് മിലിറ്ററി നഴ്സിംഗ് കിട്ടുന്നത്. ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഒന്ന് പറയാമോ? യെസ് തീർച്ചയായിട്ടും. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ വനിതകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അവിവാഹിതരായ പെൺകുട്ടികൾക്കും ലീഗലി സെപ്പറേറ്റഡ് ഡിവോഴ്സീസ്, പിന്നെ വിധവകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇഫ് ദേ ഡോണ്ട് ഹാവ് എനി ലയബിലിറ്റീസ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പ്രായപരിധി 17 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കായിരിക്കണം പെൺകുട്ടികളുടെ പ്രായം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10+2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിത്ത് മിനിമം 50% മാർക്സ് ആൻഡ് എബോവ് വേണം. അതും ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായിരിക്കണം. റെഗുലർ ബോർഡ് ആൻഡ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരിക്കണം. പിന്നെ +2 ഫൈനൽ എക്സാം ചെയ്യുന്നവർക്കും ഈ കോഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു മിനിമം ഹൈറ്റ് 150 സെന്റിമീറ്റർ വേണം. പക്ഷേ നോർത്ത് ഈസ്റ്റിലുള്ളവർക്ക് ഗൂർഖാസ്, കുമയോർസ്, ഇങ്ങനെ ഹിൽ ഏരിയയിലുള്ളവർക്ക് ഒരു 4 സെന്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 148 സെന്റിമീറ്റർ മതി. ഇത്രയും യോഗ്യതകൾ ഉണ്ടെങ്കിൽ നമുക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 230 മൊത്തം ടോട്ടൽ വേക്കൻസികളിൽ എന്തെങ്കിലും അലോക്കേഷൻ ഉണ്ടോ? സൗത്ത് ഏരിയാസിന് ഇത്ര ആസ് ഫോർ ദ മെറിറ്റ് ആൻഡ് യുവർ ചോയ്സ്. If you are given a choice in Armed Forces Medical College Pune, then അവിടെ വേക്കൻസി ഫിൽ ആയി കഴിഞ്ഞാൽ അവിടെ കിട്ടത്തില്ല. Then next, so it is as per the vacancy and your choice. ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് സെയിം ആർമിയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആസ് ആൻ ഓഫീസർ ഓർ എ സോൾജിയർ നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ പോസ്റ്റിംഗ് കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? നമ്മൾക്ക് പോസ്റ്റിങ്ങിന് അപ്ലൈ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്, അവസരമുണ്ട്. നമുക്ക് അതിന് സ്പൗസ് പോസ്റ്റിംഗ് എന്ന് പറയും. സ്പൗസ് പോസ്റ്റിങ്ങിന് നമുക്ക് നമ്മുടെ പേരന്റ് യൂണിറ്റിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് അത്
ത്രൂ ചാനൽസ് ആർമി ഹോട്ടലിലേക്ക് പോയിട്ട് അവരത് കൺസിഡർ ചെയ്തിട്ട് വേക്കൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുന്നതാണ്, പോസ്റ്റ് പോസ്റ്റിംഗ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി 2 മാസമുള്ളൂ ഈ നോട്ടിഫിക്കേഷൻ വരാൻ. +2 കഴിഞ്ഞ സ്റ്റുഡൻസിനും +2 എഴുതാനിരിക്കുന്ന പിള്ളേർക്കും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് ദേ ക്യാൻ ലുക്ക് ഫോർവേഡ്. അവർക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം ഇപ്പോഴേ മുതല്. ഇങ്ങനൊരു കാരിയർ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ ഡിഫിക്കൽട്ട്. അവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്തായിരിക്കും, എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറ്? ഇറ്റ് ഈസ് 10+2 സിലബസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 10+2 സിലബസ് ആണ്. പിന്നെ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്. ടോട്ടൽ 90 മിനിറ്റ്സിന്റെ എക്സാമിനേഷൻ ആണ്. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. So it is not at all difficult once you have little preparations. No, it's not at all difficult. Sheri. Of course, then you have to be physically also you have to be fit. Sheri. Medical fitness ഉണ്ട് ഇതിന്. ബ്രിഗേഡിയർ ഗ്രേസി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ AFMC പൂനെയിൽ നിന്ന് 4 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ലെഫ്റ്റനന്റ് ആയിട്ട് പാസ് ഔട്ട് ആയി. അത് കഴിഞ്ഞ് എത്ര വർഷത്തെ സർവീസ് കൊണ്ടാണ് ഈ ബ്രിഗേഡിയർ പദവി, അതായത് സെക്കൻഡ് ഇൻ കമാൻഡിലേക്ക്, ഇന്ത്യയുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ലെവലിലേക്ക് എത്തിയത്? ഞാൻ മിലിറ്ററി നഴ്സിംഗിൽ ചേരുന്നത് കോളേജ് ഓഫ് നഴ്സിംഗ് ആം ഫോഴ്സസ് മെഡിക്കൽ കോളേജിലാണ്, പൂനെ. നഴ്സിംഗ് കേഡറ്റ് ആയിട്ട് ചേരുന്നത്. അവിടെ 4 ഇയേഴ്സ് സർവീസ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ആകെ ഒരു നഴ്സിംഗ് കോളേജേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളതെല്ലാം സ്കൂൾ ഓഫ് നഴ്സിംഗ് ആയിരുന്നു. അതിനെല്ലാം ഡിപ്ലോമ ആയിരുന്നു. ഈ FMCയിൽ മാത്രമായിരുന്നു ഡിഗ്രി അവര് കൊടുക്കുന്നത്. PSC നഴ്സിംഗിൽ മാത്രമേ PSC ഡിഗ്രി കിട്ടത്തുള്ളൂ. PSC ഡിഗ്രി പൂനെയിൽ ഞങ്ങൾക്ക് 30 സീറ്റ്സ് ആയിരുന്നു ഞങ്ങളുടെ ബാച്ചില് കപ്പാസിറ്റി. 4 ഇയേഴ്സ് ട്രെയിനിങ്ങിന് ശേഷം പോസ്റ്റ് പോസ്റ്റിംഗ് ശ്രീനഗർ ആയിരുന്നു ആസ് എ ലെഫ്റ്റനന്റ്. അത് ആസ് വാർഡ് സിസ്റ്റർ. ഫസ്റ്റ് ഇനീഷ്യലി നമ്മളുടെ കാരിയർ ഗ്രോത്തിൽ ഇനീഷ്യലി നമ്മൾ വർക്ക് ചെയ്യുന്നത് വാർഡിലാണ്, വാർഡ് സിസ്റ്റേഴ്സ്. സെക്കൻഡ് പോസ്റ്റിംഗ് എനിക്ക് ബീനാഗുഡിയിലായിരുന്നു. ബീനാഗുഡി അവിടെ വാർഡ് സിസ്റ്റർ ആയിരുന്നു. ദെൻ അത് കഴിഞ്ഞ് ഞാൻ അക്നൂറിൽ പോയി. അക്നൂറിൽ നിന്ന് പിന്നെ കമാൻഡ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. ആസ് ഐ ബിക്കം സീനിയർ ഐ ബിക്കം മേജേഴ്സ് ആൻഡ് സെക്കൻഡറാബാദ്. അത് കഴിഞ്ഞ് ആസ് സീനിയറിറ്റി വരുമ്പോഴത്തേക്ക് നമ്മുടെ ജോബും നമ്മളുടെ ചേഞ്ച് ആവും. വാർഡ് സിസ്റ്ററിൽ നിന്ന് നമ്മള് വാർഡ് ഇൻചാർജ് ആകും. വാർഡ് ഇൻചാർജിൽ നിന്ന് പിന്നെ മേട്രൺ ആകും. മേട്രിൽ നിന്ന് പിന്നെ നമ്മൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ജോബാണ് പിന്നെ കിട്ടുന്നത്. ബിക്കം ദ അഡ്മിനിസ്ട്രേറ്റീവ് ആസ് ഓഫീസ് ജോബ്. സോ ഈ നഴ്സിംഗ് സർവീസിൽ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ, ആസ് എ ടീച്ചർ, എന്റെ ഇതിനകത്താണെങ്കിൽ ഐ വാസ് പോസ്റ്റഡ് ആസ് എ പ്രിൻസിപ്പൽ ഓഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ചണ്ഡിമന്ത്. സോ ടീച്ചിങ് ഫെസിലിറ്റീസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ബിക്കം കേണൽ. ആ സമയം കേണൽ ആയിട്ടാണ് ഞാൻ പ്രിൻസിപ്പൽ ആയിട്ട് പോകുന്നത്. കേണൽ കഴിഞ്ഞ് ബ്രിഗേഡിയർ ആയപ്പോൾ ഒരു കമാൻഡ് ഹോസ്പിറ്റലിലെ മുഴുവൻ ഇൻചാർജ് ആയിട്ടാണ്. അവിടുത്തെ പ്രിൻസിപ്പൽ മേട്രൺ ആയിട്ടാണ് നമ്മുടെ പോസ്റ്റ്. സോ കമാൻഡ് ഹോസ്പിറ്റലിലെ എത്രയും നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടോ അവിടെ 100+ നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം റെസ്പോൺസിബിലിറ്റീസ് ആണ് പ്രിൻസിപ്പൽ മേട്രണിനുള്ളത്. അവരുടെ ഡ്യൂട്ടി എവിടെയൊക്കെ ഇടണം, അവരുടെ ഇൻഫാക്ട് അവരുടെ ഓൾ അഡ്മിനിസ്ട്രേറ്റീവ് തിങ്സ്, ലീവ് പ്ലാനിങ്, എവറിത്തിങ്. സോ ഈ നഴ്സിംഗ് സർവീസിൽ നമ്മൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ആസ് എ മാനേജറിയൽ ജോബ്, ആസ് എ യു ക്യാൻ ബിക്കം എ ഗ്രേറ്റ് ലീഡർ. പിന്നെ ലോട്ട് ഓഫ് എക്സ്പോഷർ, യു ആർ സീയിങ് ഡിഫറെന്റ് കൾച്ചേഴ്സ്, ഡിഫറെന്റ് പ്ലേസസ്. So lot of opportunities under. So my career growth was it was a wonderful journey I had. I came from a small place. Now I feel blessed to see so many places. I traveled all over India, in fact. So Srinagar to Trivandrum, you can say that Srinagar to Trivandrum I served. So I worked all over the country. So it's a real great experience. Exposure, yeah, correct. It's an adventurous and it is a challenging job, of course. Correct. Okay. പിന്നെ ഈ നഴ്സിംഗ് ഈ കരിയറിൽ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? വൂണ്ടഡ് ആയിട്ട് വന്ന ആരുടെയെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ് ചെയ്തോ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Many experiences as a patient. Sometimes we feel that the patients feel lost and then that patient become all right. The amount of satisfaction you get, you cannot this thing explain it. Correct. And in army, these soldiers, they don't have families. Avരുടെ families illalo. Illokka aanengil രോഗികളുടെ ബന്ധുക്കളും എല്ലാവരും വരും. പക്ഷേ ഈ സോൾജേഴ്സ് അവർ alone ആണ് അവിടെ അഡ്മിറ്റ് ആവുന്നത്. അവരെയൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യുക. ഇപ്പൊ അവരൊക്കെ ഒത്തിരി സീരിയസ് കണ്ടീഷനിലാണ്. അവരുടെ ഫാമിലീസിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ വരുവാണെങ്കിൽ ടേക്ക് കെയർ. സോ സൈക്കോളജിക്കലി ഓൾസോ യു ക്യാൻ ഡു സോ മെനി തിങ്സ് ഫോർ ദ പേഷ്യൻസ്. ആർമി ഇറ്റ്സെൽഫ് ഈസ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. സോ എനിക്ക് പറയാനുള്ളത് these young girls, they are a little
അഡ്വഞ്ചറസ് ടൈപ്പ് ആണ്, ചില ചലഞ്ചിങ് ജോബ് ടേക്ക് ഓൺ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് ഒത്തിരി വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇത്. തീർച്ചയായും നോട്ട് ഓൺലി ഫോർ ദ പേഴ്സണൽ, ഫൈനാൻഷ്യലി ഓൾസോ ഇറ്റ് ഈസ് ഗുഡ്. കറക്റ്റ്. ബ്രിഗേഡിയർ ഗ്രേസിയുടെ ലൈഫ് എനിക്ക് തോന്നുന്നത് രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നതാണ്. കാരണം ഹസ്ബൻഡ് ഈസ് എ കേണൽ ഇന്ത്യൻ ആർമി, ഒരു മോള് ഇന്ത്യൻ ആർമിയിലെ ക്യാപ്റ്റനാണ്. അതെ, മറ്റൊരു മോള് ഒരു ഡോക്ടറാണ് അല്ലേ? മറ്റൊരു മോള് ജോയിൻ ചെയ്തില്ല, അവള് ഡെന്റൽ ഡോക്ടറാണ്. കല്യാണം കഴിച്ചത് ആർമിയിലുള്ള ആളെയല്ല, അതുകൊണ്ട് അവൾ ആർമി ജോയിൻ ചെയ്തില്ല. ഡെന്റൽ ഡോക്ടേഴ്സിനും ആർമിയിൽ സൗകര്യമുണ്ട്, ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, അപ്പം പ്രേക്ഷകരുടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നും ഒരു ബിഗ് സല്യൂട്ട്. രാഷ്ട്രസേവനം ഒരു കൈമുതലായിരിക്കുന്ന ഒരു ഫാമിലി. താങ്ക് യു വെരി മച്ച് ബ്രിഗേഡിയർ ഗ്രേസി. താങ്ക് യു. താങ്ക് യു ബിജു. താങ്ക് യു. കാണുന്ന പ്രേക്ഷകർക്ക് +2 കഴിഞ്ഞ പെൺകുട്ടികൾക്ക് രാഷ്ട്രസേവനം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മുഹൂർത്തം, അത് വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഗുഡ് ബൈ.